ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ അഥവാ ഗൂഗിൾ മൈ ബിസിനസ് പഴയ പേരാട്ടോ. അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാനലിൽ എല്ലാ ടൈപ്പ് കോണ്ടൻറ്റും കിട്ടും. അതായത് ബുക്ക് റീഡ് ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം ഞാൻ വായിക്കുന്ന ബുക്കുകളുടെ റിവ്യൂസ് ഇടാറുണ്ട്, ഫിലിംസിൻ്റെ റിവ്യൂസ് ഇടാറുണ്ട്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. സോ ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ഫസ്റ്റ് പണ്ടത്തെ പേര് ഗൂഗിൾ മൈ ബിസിനസ് എന്നായിരുന്നു. ഇപ്പോൾ അത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്നാക്കിയിട്ടുണ്ട്. ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ലോക്കൽ അനൗൺസ്മെൻറ്റ്. അതായത് ഒരു ഏരിയയിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതറിയണമല്ലോ, അവിടെയുള്ള ആളുകൾ അറിയണം അല്ലേ? അതറിയണമെന്നുണ്ടെങ്കിലോ ഇന്ന് എല്ലാവരും ഗൂഗിളാണ് ഏറ്റവും വലിയ സെർച്ച് എൻജിൻ. വേറെ പല സെർച്ച് എൻജിൻസും വരുന്നുണ്ടെങ്കിൽ പോലും ഗൂഗിളിന് അവിടെ ഒരു ഡോമിനൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന മിക്കവരും ഗൂഗിൾ തന്നെയല്ല സെർച്ച് ചെയ്യുന്നത്. സോ അതിൽ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന ഏരിയയിൽ ഇന്ന ബിസിനസ് ഉണ്ട് എന്നറിയാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് എ ലോക്കൽ അനൗൺസ്മെൻറ്റ്. ഓൺലൈനായിട്ടുള്ള ലോക്കൽ അനൗൺസ്മെൻ്റ് ആണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം അതിനൊരു ചെറിയ എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ഇപ്പോൾ എനിക്കൊരു സ്പായിൽ പോകണം, എനിക്കൊരു ബ്യൂട്ടി പാർലറിൽ പോകണം. ഓക്കെ, സോ ഈ ബ്യൂട്ടി പാർലർ എനിക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് എവിടെയാണോ പോകേണ്ടത്, ഫോർ എക്സാമ്പിൾ കോട്ടയത്ത് എനിക്കൊരു ബ്യൂട്ടി പാർലറിൽ പോകണം, എനിക്ക് തലമുടിക്കൊന്ന് സ്പാ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേരെ കോട്ടയത്തേക്ക് ഇറങ്ങുക, തപ്പി കണ്ടുപിടിക്കുക, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പോവുക, തപ്പി കണ്ടുപിടിക്കുക, ഏതാണോ നല്ലതെന്ന് തോന്നുന്നത്, നമ്മുടെ വിഷ്വലി നല്ലതെന്ന് തോന്നുന്നത് അവിടെ കയറുക, പ്രൈസ് നോക്കുക, സർവീസ് എടുക്കുക. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇറങ്ങാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഓൺലൈനായിട്ട് കണ്ടുപിടിക്കുക. ബ്യൂട്ടി പാർലേഴ്സ് ഇൻ കോട്ടയം എന്നടിച്ചു കൊടുക്കുമ്പം കുറച്ച് പ്രൊഫൈൽ വരും. അതിൻ്റെ അകത്തു നിന്ന് റിവ്യൂസൊക്കെ നോക്കി, ഫോട്ടോസൊക്കെ ഒന്ന് നോക്കി, സർവീസസ് എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കി നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. അവരെ വിളിക്കുക, അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, ഡയറക്റ്റ്ലി പോവാം. ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ. ഇതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഓഫ് കോഴ്സ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചൂസ് ചെയ്യുക ഓൺലൈനായിരിക്കും അല്ലേ? എത്ര ഈസിലി നമുക്ക് ഒരു സർവീസ് ആക്സസിബിൾ ആവണോ, ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻ കിട്ടണോ, അത്രയും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലേ? സോ അത് തന്നെയാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലും ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സെർച്ച് ചെയ്യുമ്പം, നിങ്ങളുടെ സർവീസ് വെച്ച് സെർച്ച് ചെയ്യുമ്പം ആ ഏരിയയിൽ ഇങ്ങനൊരു സർവീസ് ഉണ്ടെന്ന് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റണം. അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റണം, അവരെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം, നമ്മുടെ ബിസിനസ് വളരണം. സോ ഇത് തന്നെയാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ചുമ്മാ അങ്ങ് ക്രിയേറ്റ് ചെയ്താൽ പോരാ. ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് ഗൂഗിളിൽ തന്നെ തന്നിരിക്കുന്ന ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. കാരണം ഗൂഗിളിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രൊഫൈലുകൾ അത് മുന്നോട്ടേക്ക് കൊണ്ടുവരിക, അത് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അത് കൃത്യമായി അവരുടെ ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുന്ന പ്രൊഫൈലുകളെ കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഗൂഗിളിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ലോക്കൽ അനൗൺസ്മെൻറ്റ്. നിങ്ങളുടെ സർവീസ് കൂടുതൽ ആളുകൾ അറിയുന്നു, ഇങ്ങനൊരു സർവീസ് ഉണ്ട്, ഇങ്ങനൊരു സ്ഥാപനമുണ്ട് എന്നുള്ളത് ആളുകൾ അറിയുന്നു. അതിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് സെയിൽസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ പാട്ടായിട്ട് ഞാൻ പറയാം. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുക്കാം, യു ക്യാൻ കോൺടാക്ട് മീ. എല്ലാ സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ നെക്സ്റ്റ് ടൈം. ബൈ.